വെൽക്കം ടു കെംഫോർട്സ് 2024 നടന്ന സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിന്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് among the following statement is wrong according to mutual exclusion principle? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് നമുക്കൊരു സെൻട്രോസിമെട്രി ഉള്ള ഒരു മൊളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള IR ആക്റ്റീവ് മോഡ്സ് രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും, രാമൻ ആക്റ്റീവ് മോഡ്സ് IR ഇനാക്റ്റീവ് ആയിരിക്കും. ആ കാര്യം നമുക്കറിയാം. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, no normal vibrational modes can be both IR and Raman active in a molecule that possess centrosymmetry. കറക്റ്റ് അല്ലേ? അതായത് രണ്ടും, അതായത് സെൻട്രോസിമെട്രി ഉള്ള മൊളിക്യൂളിന്റെ കേസിൽ IRഉം രാമനും ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷണൽ മോഡ്സ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത്, ഓൾ വൈബ്രേഷൻ മോഡ്സ് ദാറ്റ് രാമൻ ആക്റ്റീവ് വിൽ ബി ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആൻഡ് വൈസ് വേഴ്സ. അത് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഇതും വരില്ല. ദെൻ സം വൈബ്രേഷണൽ മോഡ്സ്, നോട്ട് ഓൾ, ക്യാൻ ബി ബോത്ത് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആൻഡ് രാമൻ ആക്റ്റീവ് ഫോർ മോളിക്യൂൾ വിച്ച് ഡു നോട്ട് പൊസസ് സെൻട്രോസിമെട്രി. സെൻട്രോസിമെട്രി ഇല്ലാത്ത മോളിക്യൂളിന്റെ കേസിൽ ചില വൈബ്രേഷൻസ് എന്താവാം, രാമൻ ആക്റ്റീവും ആവാം, അതേപോലെ IR ആക്റ്റീവ് ആവാം. ബോത്ത്, രണ്ടും പറ്റും. അതാണ് പറയുന്നത്. അതും കറക്റ്റ് ആണ് അക്കോർഡിംഗ് ടു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇഫ് ദർ ഇസ് നോ സെൻട്രോസിമെട്രി ഫോർ എ മൊളിക്യൂൾ, സെൻട്രോസിമെട്രി ഇല്ലാത്ത മൊളിക്യൂളിന്റെ കേസിൽ നോ വൈബ്രേഷണൽ മോഡ്സ് ക്യാൻ ബി ബോത്ത് IR ആൻഡ് രാമൻ ആക്റ്റീവ്. അതായത് ഒരു വൈബ്രേഷണൽ മോഡ്സും IR ആൻഡ് രാമൻ ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ബോത്ത് IR ആൻഡ് രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള മോഡ്സ് വരാം ഇൻ ദ കേസ് ഓഫ് മൊളിക്യൂൾ ഹാവിംഗ് നോ സെൻട്രോസിമെട്രി. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Next question, which hybridization occurs in Fe2 orbitals in ferrocene to accommodate the electron pairs donated by C5H5- rings according to valence bond theory? ഫെറസീന്റെ കേസിലുള്ള VBT വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫെറസീൻ നമുക്കറിയാം, നമുക്ക് 2 സൈക്ലോപെന്റാഡൈനൈൽ ആനിയോൺ റിങ്സ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫെറസീൻ കിട്ടുന്നത്. സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ഇതാണ് ഫെറസീന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഓരോ C5H5- റിങ്സും 6 ഇലക്ട്രോൺസ് വീതം എന്ത് ചെയ്യുന്നുണ്ട്, അയണിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Fe2+ ആണ്. സോ D6 കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് വരച്ചു നോക്കാം. ആൻഡ് C5H5- ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, D6 കോൺഫിഗറേഷൻ ആവുന്ന സമയത്ത് പെയറിങ് നടക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലെ ഓരോ C5H5- റിങ്ങും 6 ഇലക്ട്രോൺസ് വീതം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 3 pairs ഓഫ് ഇലക്ട്രോൺസ് ആണ് ഈച്ച് C5H5- റിങ്ങുകൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ 2 C5H5 റിംഗ് ഉണ്ട്. ടോട്ടല് 6 pairs ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. സോ 6 pairs ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 3D 4s 4p ആണ് നമ്മുടെ ഓർബിറ്റൽസ് വരുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് D2sp3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. Next question, which is the chlorophyll molecular dimer at the reaction center associated with photosystem 2 in plants, algae and cyanobacteria? ഫോട്ടോസിസ്റ്റം 2ലുള്ള റിയാക്ഷൻ സെന്റർ ആണ് ചോദിക്കുന്നത്. വിച്ച് ഇസ് എ ക്ലോറോഫിൽ മൊളിക്കുലർ ഡൈമർ. അപ്പം ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. P680 ആണ് റിയാക്ഷൻ സെന്റർ ആയിട്ട് ഫോട്ടോസിസ്റ്റം 2 പ്രവർത്തിക്കുന്നത്. അത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, വിച്ച് among the following species are ഐസോ ഇലക്ട്രോണിക് വിത്ത് Na+? ആയിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Na+, നമുക്കറിയാം സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. സോ Na+ന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, 10 ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കും. കൊടുത്തിരിക്കുന്ന ഓപ്ഷനുള്ള എല്ലാ സ്പീഷീസിനും 10 ഇലക്ട്രോൺസ് ഏതിനെ വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. O2- ആകുമ്പോൾ ഓക്സിജൻ 8ഉം ഈ 2 ഇലക്ട്രോൺ, അപ്പൊ 10 ആണ്. ദെൻ F- ആവുന്ന കേസിലും ഫ്ലൂറിൻ 9+1 10 ആണ്. ദെൻ നിയോൺ ഓൾറെഡി 10 ആണ്. ഒക്ടറ്റ് സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ്. Mg+,
എം ജി പ്ലസ് എന്ന് പറയുമ്പോൾ എം ജി നമുക്കറിയാം 12 ആണ്, എം ജി പ്ലസ് എന്ന് പറയുമ്പോൾ 11 വരുള്ളൂ. സോ 1, 2 and 3 ആയിരിക്കും വരുന്നത്, which is option B. Next question വരുന്നത് the oxidation numbers of the central metal ions in the complexes CrPpH3CO5, AgNH3 twice Cl, CONH3 4 times SO4 and COEn twice Cl2Cl. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ മെറ്റൽ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ എന്താ നമ്മുടെ PpH3യും CO5 ടൈംസും ന്യൂട്രൽ ലിഗാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം, മറ്റുള്ളത് ചെക്ക് ചെയ്യുക പോലും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നാലും അടുത്ത കേസിൽ Cl മൈനസ് ആണ് പുറത്തുള്ളത്. സോ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് പ്ലസ് വരും. അതുകൊണ്ട് തന്നെ Ag +1 ആയിരിക്കും, കാരണം NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. നെക്സ്റ്റ് ഇവിടെ NH3 ന്യൂട്രൽ ആണ്. ദെൻ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് 2+ ആണ് വരിക, കാരണം SO4 2- ആയതുകൊണ്ട്. സോ Cu2+ന് 2+ ആയിരിക്കും ചാർജ് വരുന്നത്. നെക്സ്റ്റ് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ En നമുക്കറിയാം ന്യൂട്രൽ ലിഗാൻഡ് ആണ്. 2 ക്ലോറിൻ ഉള്ളത് -2. ഹോൾ ചാർജ് വരുന്നത് എന്തായിരിക്കും? +1 ആയിരിക്കും, കാരണം ഒരു Cl ആണ് പുറത്തുള്ളത്. സോ ദ ടോട്ടൽ ചാർജ് വിൽ ബി +3. നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ സീരീസ് A gives B gives C, N1, N2, N3 etc. designate the number of atoms of A, B, C etc. λ1, λ2, λ3 are representing their corresponding decay constants, and L1 and L2 are the average life periods of A and B. Then pick the right equation representing radioactive equilibrium. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയത്തിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ആറ്റത്തിന്റെയും അതേപോലെ തന്നെ അവരുടെ ഡീകേ കോൺസ്റ്റന്റിന്റെയും ആവറേജ് ലൈഫ് ടൈമിന്റെയും റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. A gives B gives C. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീകേ കോൺസ്റ്റന്റ് ആണ്. A gives B യില് λ1, B gives C ആകുമ്പോൾ λ2, then C gives D. ഫർദർ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെത് λ3 അങ്ങനെ പോവും. ഇവിടെ N1 ആറ്റംസ് ഓഫ് A ആണുള്ളത്, അതേപോലെ N2 ആറ്റംസ് ഓഫ് B ആണുള്ളത്, N3 ആറ്റംസ് ഓഫ് C, അങ്ങനെയാണ് പോകുന്നത്. വേറെ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് A അതേപോലെ തന്നെ B. എന്റെ ആവറേജ് ലൈഫ് ടൈം വരുന്നത് L1ഉം ബിന്റെ ആവറേജ് ലൈഫ് ടൈം വരുന്നത് L2ഉം സിൻ്റെത് L3, അത് ആ ഒരു ഓർഡറിലായിരിക്കും. അപ്പൊ ഇവിടെ ഇത് നമ്പർ ഓഫ് ആറ്റംസ് N, then decay constant lambda, അതേപോലെ തന്നെ ആവറേജ് ലൈഫ് ടൈം ഓഫ് സ്പീഷീസ് അത് L. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ അറ്റ് ഇക്വിലിബ്രിയം ആക്ടിവിറ്റി ഓഫ് സ്പീഷീസ് ഡീകേ ചെയിൻ ബിക്കംസ് ഈക്വൽ. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീകേ ചെയിനിലുള്ള, അതായത് A gives B gives C, ഈ ഒരു ഡീകേ ചെയിനിലുള്ള സ്പീഷീസിന്റെ ആക്ടിവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? λ1 N1 is equal to λ2 N2. ഇങ്ങനെ എഴുതാം. ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? N1/N2 is equal to λ2/λ1. അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീകേ കോൺസ്റ്റന്റും അതേപോലെ തന്നെ നമ്മുടെ ആവറേജ് ലൈഫ് ടൈം ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ റിലേഷൻ വരുന്നത് L1 is equal to 1/λ1 ആണ്. അതായത് ആവറേജ് മീൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡീകേ കോൺസ്റ്റന്റ്. ഡീകേ കോൺസ്റ്റന്റ് കൂടുമ്പോൾ ലൈഫ് ടൈം കുറയും, നമുക്കറിയാം. അതായത് ഒരു സാധനം ഡീകേ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ഈ ആവറേജ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എത്ര സ്പീഡിൽ റിയാക്ഷൻ നടക്കുന്നോ അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും? അതിന്റെ ലൈഫ് ടൈം കുറവായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? L2 is equal to 1/λ2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? λ2 എന്ന് പറയുന്നത് 1/L2 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ L1/L2 എന്ന് എഴുതാം. റെസിപ്രോക്കൽ ആണ് വരുന്നത്. ഓക്കെ, സോ ഈ ഓപ്ഷൻ ഇതിലാ വരുന്നത് N1/N2 is equal to λ2/λ1, which is equal to L1/L2.
L2. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NaCl ക്രിസ്റ്റൽ കണ്ടെയ്ൻസ്. NaCl ക്രിസ്റ്റലിന്റെ അകത്തുള്ള പ്ലെയിൻസ് ഓഫ് സിമെട്രി എത്രയുണ്ട്, ആക്സിസ് ഓഫ് സിമെട്രി എത്രയുണ്ട്, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. NaCl ക്രിസ്റ്റൽ നമുക്കറിയാം, ഇറ്റ് ബിലോങ്സ് ടു FCC ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ ആണ് NaCl വരുന്നത്. നമുക്ക് ഇതിനകത്തുള്ള പ്ലെയിനും ആക്സിസും കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ക്രിസ്റ്റലിന്റെ അകത്തുള്ള ആക്സിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, അങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്രിസ്റ്റലിന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു പ്ലെയിൻ, ഇത് ഏത് പ്ലെയിൻ ആയിരിക്കും? അലോങ് ദിസ് ഡയറക്ഷൻ എക്സ് ആണ്, താഴേക്കുള്ള ഡയറക്ഷൻ വഴിയാണ്, വൈ ആണ്. സോ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ XY പ്ലെയിൻ ആണ്, XY പ്ലെയിൻ. ഓക്കെ, ഇനി ഈ ഒരു പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇതും നമ്മളെ ക്രിസ്റ്റലിന് എന്ത് ചെയ്യും? രണ്ടായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നമ്മുടെ Z ഡയറക്ഷൻ ആണ്, താഴേക്ക് നമ്മുടെ Y ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് ഇസ് YZ പ്ലെയിൻ. ഇനി അടുത്തൊരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമ്മുടെ ഹൊറിസോണ്ടലി X ഡയറക്ഷനും ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് Z ആണ്. സോ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാണ്? XZ പ്ലെയിൻ ആണ്. ഇതാണ് 3 നോർമൽ പ്ലെയിൻസ്. ഇങ്ങനെയുള്ള പ്ലെയിൻസിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ പ്ലെയിൻസ് എന്ന് പറയാ. അപ്പൊ 3 റെക്ടാങ്കുലർ പ്ലെയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ക്രിസ്റ്റൽ, NaCl ക്രിസ്റ്റൽ കണ്ടെയ്ൻസ് 3 റെക്ടാങ്കുലർ പ്ലെയിൻസ്. സിമിലർലി നമുക്ക് എന്ത് ചെയ്യണം? ഡയഗണൽ പ്ലെയിൻസ് നോക്കണം. ഡയഗണൽ പ്ലെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. അതായത് ഈ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് എഡ്ജിലേക്ക് പോകുന്ന പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയഗണൽ പ്ലെയിൻ എന്ന് പറയാം. ഡിഫറെന്റ് പ്ലെയിൻസ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു പ്ലെയിൻ വരക്കുന്നു. ഓക്കെ, സോ ഇതും എന്താണ്? ഒരു ഡയഗണൽ പ്ലെയിൻ ആണ്. ഇനി ഈ എഡ്ജിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പ്ലെയിൻ വരച്ചാല് അതും എന്താണ്? ഡയഗണൽ പ്ലെയിൻ തന്നെയാണ്. ഓക്കെ, സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബാക്ക് സൈഡിലുള്ള ഈ എഡ്ജിൽ നിന്നും ഫ്രണ്ടിലുള്ള ഈ ഒരു എഡ്ജിലേക്ക് ഇങ്ങോട്ടേക്ക് ഒരു പ്ലെയിൻ വരക്കുന്നു. അതും എന്ത് തന്നെയാണ്? ഡയഗണൽ പ്ലെയിൻ ആണ്. സോ ടോട്ടലി നമുക്ക് ഇതേപോലെ 6 ഡയഗണൽ പ്ലെയിൻസ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം 6 3 9 പ്ലെയിൻസ് ഓഫ് സിമെട്രി ആണ് FCC ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് NaCl ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് ആൻസർ ആയി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് ആക്സിസും കൂടി ഒന്ന് നോക്കാം. ആക്സിസിന്റെ കേസിലേക്ക് വരുമ്പം നമുക്ക് 4 ഫോൾഡ് ആക്സിസ് ഉണ്ട്, 3 ഫോൾഡ് ആക്സിസ് ഉണ്ട്, അതേപോലെ 2 ഫോൾഡ് ആക്സിസ് ഉണ്ട്. 4 ഫോൾഡ് ആക്സിസ് എന്ന് പറയുന്നത് ആ ഒരു ആക്സിസിലൂടെ 4 പ്രാവശ്യം നമ്മൾ കറക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആക്സിസ് വരുന്നത്. ഈ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഫ്രണ്ട് ഫേസ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഫേസ്, ഫ്രണ്ടിലുള്ള ഈ ഒരു ഫേസ്, ക്യൂബിന്റെ ഈ ഫേസ്, ഇതിൽ നിന്ന് ബാക്ക് ഫേസിന്റെ മിഡിൽ കൂടെ പോകുന്ന, അതായത് ഫ്രണ്ട് ഫേസിന്റെ ബാക്ക് ഫേസിന്റെ മിഡിൽ കൂടെ പോകുന്ന പ്ലെയിൻ ആണ്, മിഡിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ആക്സിസിൽ കൂടെ ഞാൻ കറക്കുന്ന സമയത്ത് 4 പ്രാവശ്യം കറക്കിയാലാണ് എന്ത് ചെയ്യാ? തുടങ്ങിയിടത്തേക്ക് എത്തുക. അതാണ് ഈ 4 ഫോൾഡ് ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡിലുള്ള 2 ഫേസിന്റെ മിഡിൽ കൂടെ പോകുന്ന ആക്സിസ് നമുക്ക് ഇങ്ങനെ കാണിക്കാം, അല്ല? ഇനി എന്താ? ടോപ്പ് ഫേസും ബോട്ടം ഫേസും, അതും ഇതേപോലെ ഒരു ആക്സിസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ടോട്ടലി 3 4 ഫോൾഡ് ആക്സിസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 3 ഫോൾഡ് ആക്സിസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? 3 പ്രാവശ്യം നമ്മൾ ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്സിസിൽ കൂടെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് അതേ സിസ്റ്റം കിട്ടും. സോ നമുക്ക് ഇതേപോലത്തെ 4 3 ഫോൾഡ് ആക്സിസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതൊരു ആക്സിസ് ആണ്. ദെൻ ഇതെന്താണ്? വേറൊരു ആക്സിസ് ആണ്. അതേപോലെ ഇത് വേറൊരു ആക്സിസ് ആണ്. സോ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടി? 4 3 ഫോൾഡ് ആക്സിസ് കിട്ടി. ഇനി 2 ഫോൾഡ് ആക്സിസ് എന്ന് പറയുന്നത് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഡ്ജസിന്റെ ഇടയിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം കറക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഒറിജിനൽ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും, ഇക്വിവാലന്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ 2 ഫോൾഡ് ആക്സിസ് ടോട്ടലി നമുക്ക് 6 2 ഫോൾഡ് ആക്സിസ് ആണ് വരുന്നത്. സോ 3 + 4 + 6 എത്രയായി? 13 ആക്സിസ് ഓഫ് സിമെട്രി ആയി. നമുക്ക് ഓൾറെഡി നമുക്ക് ഓപ്ഷനിൽ കിട്ടിയിരുന്നു 9 പ്ലെയിൻസ് ആൻഡ് 13 ആക്സിസ് ഓഫ് സിമെട്രി. നിങ്ങൾ ഇത് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. NaClന്റെ കേസിൽ എന്താണ്? നമുക്ക് 9 പ്ലെയിൻസും 13 ആക്സിസും ഉണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ, ഇൻ എ മിക്സ്ഡ് മെറ്റൽ ഓക്സൈഡ് AB2O4 crystal,
A atoms and half of the B atoms have been in the octahedral holes and half of the B atoms have been in the tetrahedral holes. The structure of the metal oxide is അതാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റൽ ഓക്സൈഡിന്റെ സ്ട്രക്ചർ സ്പൈനൽ ആണോ, ഇൻവേഴ്സ് ആണോ, ഇൽമിനേറ്റ് ആണോ, പെറോസ്കൈറ്റ് ആണോ? ഇവിടെ ആ സ്പൈനൽ ഇൻവേഴ്സ് സ്പൈനൽ എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, നോർമൽ സ്പൈനൽ ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്പൈനലിനെ കുറിച്ച് അറിയാമെങ്കിൽ സ്പൈനൽ എന്ന് പറയുന്നത് ബേസിക്കലി Ab2O4 എന്ന് പറയുന്ന ഫോർമുല ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നോർമൽ സ്പൈനലും ഉണ്ട്, അതേപോലെ തന്നെ ഇൻവേഴ്സ് സ്പൈനലും ഉണ്ട്. രണ്ടിന്റെ കേസിലും ഫോർമുല സെയിം ആണ്, പക്ഷെങ്കിൽ ആറ്റത്തിന്റെ പ്ലേസ്മെന്റിനനുസരിച്ചിട്ട് ആണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി ഇൽമനൈറ്റ് എന്ന് പറയുന്നത്, ഇൽമനൈറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് FeTiO3. Fe+2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും Ti+4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഇങ്ങനെയാണുള്ളത്. അതേപോലെ തന്നെ പെറോസ്കൈറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AbO3 എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ്. സോ ക്വസ്റ്റനിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് Ab2O4 ആണ് ക്രിസ്റ്റലിന്റെ ഫോർമുല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഓപ്ഷൻസ് അപ്പാടെ എലിമിനേറ്റ് ചെയ്യാം. ഇൽമനൈറ്റും അല്ല, പെറോസ്കൈറ്റും അല്ല. ഇനി നോർമൽ ആണോ ഇൻവേഴ്സ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടിന്റെ കേസിലും, അതായത് നോർമൽ ആണെങ്കിലും ഇൻവേഴ്സ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ഉം ബിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ഉം ആണ്. അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു സ്പൈനലിന്റെ അകത്ത് നമുക്ക് എന്താ ഉണ്ടാവുക, ഒരു A2+ ഉണ്ടാവും, അതേപോലെ തന്നെ 2 B3+ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്കറിയാം O2- ആയിട്ടാണ് ഉണ്ടാവുന്നത്. നോർമലിന്റെ കേസിൽ A2+ ടെട്രാഹെഡൽ വോയിഡിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ 2 B3+ അയോൺസും എവിടെയാണ്, ഒക്ടാഹെഡൽ വോയിഡിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇൻവേഴ്സിന്റെ കേസിൽ ഒരു A2+ മോളിക്യൂള് ഒക്ടാഹെഡൽ വോയിഡിലും ഒരു B3+ മോളിക്യൂള് ടെട്രാഹെഡ് വോയിഡിലും, ഇതൊക്കെ വോയിഡ്സ് ആണ്, ആ വോയിഡിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് A atoms ആൻഡ് ഹാഫ് ഓഫ് ദി B atoms. A atom എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ, A2+. ഹാഫ് ഓഫ് ദി B atom എന്ന് പറയുമ്പോൾ ഒരു B atom ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു B3+ ആണ് ഉദ്ദേശിക്കുന്നത്. അവരെവിടെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്, ഒക്ടാഹെഡ്രൽ വോയിഡിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വരിക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും A2+ ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്, ഒരു B3+ഉം ഒക്ടാഹെഡ്രൽ വോയിഡിലാണ്. ഓക്കെ, അപ്പൊ ഇവര് രണ്ടാളും ഒക്ടാഹെഡ്രൽ വോയിഡിലാണ്. ദെൻ ഇവിടെ വേറെ എന്തും കൂടി കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള B3+ ടെട്രാഹെഡ്രൽ വോയിഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റേ B3+ ടെട്രാഹെഡ്രൽ വോയിഡിലാണ്. സോ ഇൻവേഴ്സ് സ്പൈനൽ ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പീസോ ഇലക്ട്രിക് മെറ്റീരിയലിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ജനറേറ്റ്സ് വോൾട്ടേജ് വെൻ ഡീഫോംഡ്. Piezoelectric effect is a reversible process. Piezoelectric effect is an irreversible process. Piezoelectricity means electricity results from pressure. അതായത് പീസോ ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയെങ്കിൽ നമുക്ക് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് ഇൻ സർട്ടൻ മെറ്റീരിയൽസ് ഇൻ റെസ്പോൺസ് ടു മെറ്റാലിക് സ്ട്രെസ്. അതായത് നമ്മളൊരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക, അതിന് പുറത്തുനിന്ന് ഒരു ഡിഫോമിറ്റീസോ എന്തെങ്കിലും പ്രഷറോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം മെറ്റീരിയലിന്റെ അകത്തുള്ള സ്പീഷീസ് ഒക്കെ റാൻഡംലി ഓറിയന്റഡ് ആണ്. അതാണ് ഈ ഒരു കേസ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദ പ്രസൻസ് ഓഫ് പ്രഷർ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും, അതായത് ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ജനറേറ്റ്സ് വോൾട്ടേജ് വെൻ ഡീഫോംഡ്, അത് കറക്റ്റ് ആണ്. വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഇനി റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമ്മൾ ഈ പ്രഷർ അപ്ലൈ ചെയ്തു, ഈ പ്രഷർ റിലീവ് ചെയ്യുന്നു വിചാരിക്കും, പ്രഷർ അപ്ലൈ ചെയ്ത പ്രഷർ റിലീവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പഴയപടി ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അതായത് നമ്മുടെ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ബേസിക്കലി റിവേഴ്സിബിൾ പ്രോസസ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, അത് തെറ്റാണ്. പീസോ ഇലക്ട്രിസിറ്റി മീൻസ് ഇലക്ട്രിസിറ്റി റിസൾട്ട്സ് ഫ്രം പ്രഷർ.
അത് ശരിയാണ്. സോ 1, 2 ആൻഡ് 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിക്കപ്പ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SOFC. SOFC എന്ന് പറയുന്നത് സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽ ആണ്. അപ്പൊ ഈ സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ബേസിക്കലി അതിൽ നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫ്യൂവലിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് എ ഫ്യൂവൽ. ഓക്കെ, ഇതിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫ്യൂവല് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിഡന്റ് കൊടുക്കുന്നു. അതായത് ഈ ഫ്യൂവലിനെ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിഡൈസ് ചെയ്യണം. ഓൾറൈറ്റ്, ഇനി ഇവിടെയുള്ള H+ അയോൺസ്, പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഇതിലുള്ള നെഗറ്റീവ് അയോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ O2- എന്ത് ചെയ്യുന്നു, കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഈ ഇതിൽ ഇലക്ട്രോലൈറ്റിന്റെ ഇടയിൽ കൂടിയാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ അയോൺസിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. സോ ഫൈനലി റിയാക്ഷന്റെ അവസാനം എന്ത് സംഭവിക്കും, ഈ ഡിപ്ലീറ്റഡ് ഫ്യൂവലും അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗ്യാസുകളൊക്കെ പുറത്തേക്ക് പോകുന്നു. രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. ഇതാണ് റിയാക്ഷനിൽ നടക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓക്സിഡേഷൻ ഓഫ് എ ഫ്യൂവൽ പ്രൊഡ്യൂസസ് ഇലക്ട്രിസിറ്റി. കറക്റ്റ് ആണ്. ഫ്യൂവൽ ഓക്സിഡേഷൻ വഴിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ഓപ്പറേറ്റ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. ഇത് ആക്ച്വലി റോങ് ആണ്. നമ്മുടെ ഈ റിയാക്ഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. ഏകദേശം 650 to 950 ഡിഗ്രി സെൽഷ്യസ് അത്രയും റേഞ്ചിൽ വലിയ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അടുത്തത് സോളിഡ് ഇലക്ട്രോലൈറ്റ് കണ്ടക്ട്സ് നെഗറ്റീവ് ഓക്സിജൻ അയോൺസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. അത് കറക്റ്റ് ആണ്. അതായത് നമ്മുടെ കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നത്. സോ O2- മൂവ് ചെയ്യുന്നത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ്. ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. ദെൻ സോളിഡ് ഇലക്ട്രോലൈറ്റ് കണ്ടക്ട്സ് നെഗറ്റീവ് ഓക്സിജൻ അയോൺസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ഇത് ഓപ്ഷൻ റോങ് ആണ്. സോ 1 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സീരീസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്